വെൽക്കം ടു ലൈബ്രറി ഓഫ് ഇലക്ട്രോണിക്സ്. പോളിടെക്നിക് 5th സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഒരു കോമൺ സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി. നമുക്കറിയാം, നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മയെ നേരിടാനുള്ള ഒരു നല്ല മാർഗം കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നോളജും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി. ആ ഒരു അർത്ഥത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. 4 മൊഡ്യൂൾസ് ആണുള്ളത്. 4ൻ്റെയും വീഡിയോ ലെക്ചേഴ്സ് നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 4 ക്രെഡിറ്റ്സ് ഉണ്ട് ഈ സബ്ജക്റ്റിന്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ടോപ്പിക്സ് ആണ്: പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, വേജസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. ഈ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത വരുന്ന 2 വീഡിയോകളിലായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും വേജസ് ആൻഡ് ഇൻസെൻറ്റീവ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് ആദ്യം ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അതിനുശേഷം 2 ഫേമസ് തിയറീസ്, മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള 2 ഫേമസ് തിയറീസ് പഠിക്കാനുണ്ട്. FW ടൈലറിൻ്റെയും ഹെൻറി ഫയോളിൻ്റെയും തിയറീസ് ഓൺ മാനേജ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് പഠിക്കാനുണ്ട്, ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ്? ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, തിയറീസ് ഓൺ മാനേജ്മെൻറ്റ്, ടൈപ്സ് ഓഫ് ഓണർഷിപ്പ്, പിന്നെ ഓർഗനൈസേഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ആദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാനേജ്മെൻറ്റ്? Management is the act of getting people together to accomplish desired goals and objectives using available resources efficiently and effectively. ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും മാക്സിമം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 6 ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഓരോ ഫങ്ഷനും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഫേം തുടങ്ങാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ട വരുമെന്ന് ചിന്തിച്ചാൽ മതി. നമുക്കിനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ് ആണ്. ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം, അല്ലേ? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്താണെന്നും അതിൻ്റെ ക്വാളിറ്റി എത്രയായിരിക്കണമെന്നും ഏത് സമയത്ത് എത്ര എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ നടക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണം. അതുപോലെ ഈ പ്രോസസ്സിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണം. അതിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസും നമ്മൾ കണ്ടുവയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഓർഗനൈസിങ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ പിന്നെ ചെയ്യേണ്ടത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഒന്ന് ഒരുക്കി വയ്ക്കുക എന്ന് പറയാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ലിസ്റ്റ് ചെയ്യണം. ഇനി ഈ ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മളൊരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊരു ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെല്ലാം നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ മെഷീൻ വർക്ക് ചെയ്യുന്നവരെയൊക്കെ നമുക്കൊരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ പല ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത് ചെയ്യേണ്ടത്, ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ സ്റ്റാഫിനെയാണ് നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് വേണ്ടി വരിക എന്നുള്ളത് കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് നമുക്ക് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു അക്കൗണ്ടിങ് മാനേജറിനെയും ഒരു 3 അക്കൗണ്ടൻസിനെയും വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ ആദ്യം മുൻകൂട്ടി സെറ്റ് ചെയ്യുക. എത്ര എമൗണ്ട് ഓഫ് വർക്കേഴ്സിനെയാണ് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫിംഗ്. ഓർഗനൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ജോബ് പൊസിഷനിലേക്കും ആപ്റ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ മാത്രം മതിയോ? അവരെ ട്രെയിൻ ചെയ്യണം, അവരുടെ പെർഫോമൻസ് വിലയിരുത്തി പ്രമോഷൻ കൊടുക്കണം. ഇനി പ്രായപരിധി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടയർ ചെയ്യിപ്പിക്കണം. ഇതെല്ലാം മാനേജറിൻ്റെ ഫങ്ഷൻ തന്നെയാണ്.
സ്റ്റാഫിനെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവരെ ഡയറക്റ്റ് ചെയ്യണം. ഓർഗനൈസേഷന് ഒരു കോമൺ ഗോൾ ഉണ്ടാവും. ആ കോമൺ ഗോളിനെ കുറിച്ചിട്ട് നമ്മൾ സബോർഡിനേറ്റ്സിന് ഒരു നോളജ് കൊടുക്കണം. അതുപോലെ അവരുടെ പെർഫോമൻസിനെ ആ ഗോൾ അച്ചീവ് ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഡയറക്ഷനിൽ വരുന്ന ഫങ്ഷൻസ് ആണ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഒരു മാനേജർ സബോർഡിനേറ്റ്സിൻ്റെ ലീഡറായിട്ട് നിന്നുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യണം. ഐഡിയാസ് കൃത്യമായിട്ട് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അവരുടെ വർക്കിനെ സൂപ്പർവൈസ് ചെയ്തിട്ട് എല്ലാം പ്ലാനിനനുസരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഡയറക്റ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോളിംഗ് ആണ്. നമ്മൾ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തു, സ്റ്റാഫിനെ നിയമിച്ചു, അവർക്ക് ഡയറക്ഷൻസും കൊടുത്തു. ഇനി ചെയ്യേണ്ടത് കൺട്രോളിംഗ് ആണ്. കൺട്രോളിങ്ങിൽ മാനേജർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, കമ്പനിയുടെ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുക. അതായത് എങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് കമ്പനി എയിം ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. രണ്ടാമത് ചെയ്യേണ്ടത് സ്റ്റാഫിൻ്റെ ജോബ് പെർഫോമൻസ് മെഷർ ചെയ്യണം. പിന്നെ മൂന്നാമതായിട്ട് ഈ ജോബ് പെർഫോമൻസ് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഉള്ളത് എന്നുള്ളത് മെഷർ ചെയ്യണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ സ്റ്റാഫിൻ്റെ വർക്കിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളിങ്ങിൽ മാനേജർ ചെയ്യേണ്ടത്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷനും ഫങ്ഷൻസും ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള 2 ഫേമസ് തിയറീസ് ആണ്. ആദ്യത്തേത് ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോ ലെവൽ എംപ്ലോയീസിനാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു കമ്പനിയിലെ ലോ ലെവൽ എംപ്ലോയീസ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കമ്പനിക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് ലോ ലെവൽ എംപ്ലോയീസിലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. ടൈലറിൻ്റെ ആദ്യത്തെ തിയറിയിൽ അദ്ദേഹം പറയുന്നത് സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പ് എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനി വിജയകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ നമ്മളെ സഹായിക്കുന്നത് സയൻസ് ആണ്, റൂൾ ഓഫ് തമ്പ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭരണത്തിലൂടെ കമ്പനീനെ ഉയർത്താൻ ശ്രമിക്കുന്നതിനേക്കാളും ഗുണകരമാണ് സയൻറ്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അതായത് കമ്പനിയിൽ വേണ്ടത് ഐക്യമാണ്, ഭിന്നതയല്ല എന്നുള്ളത്. ഒരു കമ്പനിയിൽ ഒരു മാനേജർ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് ഐക്യമാണ്, ഭിന്നതയല്ല. നമുക്കറിയാം ചില മാനേജേഴ്സ് ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നുകൊണ്ട് എന്തുണ്ടാക്കാൻ നോക്കുന്നുണ്ട്? മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി അവർ ഐക്യത്തോടെ വർക്ക് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ടൈലറിൻ്റെ തിയറിയിൽ പറയുന്നത്. തേർഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്നുള്ളതാണ്. സഹകരണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഓരോ ഇൻഡിവിജ്വലും എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനല്ല. ലാസ്റ്റ് ഫംഗ്ഷൻ വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എവറി പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി എന്നുള്ളതാണ്. ഓരോ എംപ്ലോയിയും അവരുടെ മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുക. സയൻറ്റിഫിക് മെത്തേഡ്സ് പഠിപ്പിച്ചിട്ടും ഐക്യവും സഹകരണവും കൊണ്ടുവന്നിട്ട് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്തിട്ടും ഓരോ എംപ്ലോയിനെയും മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കമ്പനിയുടെ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്. മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് 2 പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു. 4 പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു. ഇനി വരുന്നതാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ് ഇപ്പോൾ സ്ലൈഡിൽ കാണുന്നത്. 1 ഡിവിഷൻ ഓഫ് വർക്ക്, 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3 ഡിസിപ്ലിൻ, 4 യൂണിറ്റി ഓഫ് കമാൻഡ്, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, 7 റെമ്യൂണറേഷൻ, 8 centralization, 9 scalar chain, 10 order, 11 equity, 12 stability, 13 initiative and 14 esprit de corps. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്. നിങ്ങളൊരു കമ്പനി തുടങ്ങുന്ന കാര്യം തന്നെ എടുക്കാം. കമ്പനിയിലേക്ക് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവും അല്ലേ? അതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഇനി നിങ്ങളുടെ കീഴിൽ ഒരു 50 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം.
നിങ്ങൾ ആ 50 എംപ്ലോയീസിനെ വിളിച്ചിട്ട് ഈ ജോലി തീർക്കാൻ പറയുന്നതായിരിക്കുമോ, അതോ ഈ ജോലിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ എംപ്ലോയിക്കും അവരുടെ പാർട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കുമോ കൂടുതൽ എഫക്റ്റീവ്? തീർച്ചയായിട്ടും വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ. ഇത് തന്നെയാണ് ഹെൻറി ഫയോളിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത്. മാനേജീരിയൽ ലെവലിലായാലും ടെക്നിക്കൽ ലെവലിലായാലും വർക്കിനെ ഡിവൈഡ് ചെയ്ത് നൽകുന്നതാണ് വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ആക്യുറസിയും സ്പീഡ് ഓഫ് വർക്കും ഒക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡ് വരുന്നതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു മാനേജറിന് അധികാരമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് തിയറി ഓർമ്മപ്പെടുത്തുന്നത്. മാനേജർക്ക് എന്തിനുള്ള അധികാരമുണ്ട്? സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാനുള്ള, അവർക്ക് ഓർഡർ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതേ സമയത്ത് തന്നെ സബോർഡിനേറ്റ്സ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ മാനേജർക്ക് അധികാരമുണ്ട്, അതുപോലെ എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. തേർഡ് പ്രിൻസിപ്പിൾ വരുന്നത് ഡിസിപ്ലിനാണ്. നമുക്കറിയാം ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് തേർഡ് പോയിന്റ് ഓർമ്മിപ്പിക്കുന്നത്. ഫോർത്ത് പ്രിൻസിപ്പിൾ വരുന്നത് യൂണിറ്റി ഓഫ് കമാൻഡാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു എംപ്ലോയി ഒരു ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരാൻ പാടുള്ളൂ. ഒന്നിലധികം ബോസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം വരിക? പലരും പല ഡിമാൻഡുകൾ വെക്കുമ്പോൾ എംപ്ലോയിക്ക് വർക്ക് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് വേണം? യൂണിറ്റി ഓഫ് കമാൻഡ് വേണം. ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫിഫ്ത്ത് പോയിൻ്റാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഒരു ഒറ്റ ഡയറക്ഷൻ ആയിരിക്കണം, അതായത് ഒറ്റ ഒരു എയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർച്ചിൽ 1,00,000 പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കണം എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ ഒരു ലക്ഷ്യത്തിനെ കുറിച്ച് എല്ലാ എംപ്ലോയീസും അവെയർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം അവർ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വർക്ക് ചെയ്യുന്നത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റീനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഫിഫ്ത്ത് തിയറിയിൽ പറയുന്നത്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഒരു കമ്പനിയിൽ പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും കമ്പനിയുടെ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കണം. അതായത് എംപ്ലോയീസ് കമ്പനിയുടെ പേർപ്പസിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിട്ടുണ്ടാവണം. ഇത് കമ്പനിയുടെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സെവൻത്ത് ഇസ് റെമ്യൂണറേഷൻ. ചെയ്യുന്ന ജോലിക്ക് വർക്കേഴ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് റെമ്യൂണറേഷൻ. പ്രോപ്പറായിട്ടുള്ളൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മൊണറ്ററി ആവാം, നോൺ മൊണറ്ററി ആവാം, അതായത് പണത്തിൻ്റെ രൂപത്തിലോ അല്ലാണ്ടോ ആവാം. ഓരോ വ്യക്തിയുടെയും എഫേർട്ടിന് അനുസൃതമായിരിക്കണം അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ. എയ്ത്ത് സെൻട്രലൈസേഷൻ. ഒരു കമ്പനിക്ക് എന്തുണ്ടാവണം? ഒരു സെൻറ്റർ ഉണ്ടാവണം. അതായത് ഒരാളുടെ കീഴിലോ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കീഴിലോ ആയിരിക്കണം കമ്പനി വർക്ക് ചെയ്യേണ്ടത്, ഒരുപാട് പേരുടെ കീഴിലാവരുത്. നയൻത്ത് സ്കേലാർ ചെയിൻ. കമ്പനിയിലത്തെ എംപ്ലോയീസിനെ നമുക്കൊരു സ്കേലാർ ചെയിൻ പോലെ, അതായത് ഒരു ഹൈറാർക്കി സ്റ്റെപ്സിൽ അറേഞ്ച് ചെയ്യാൻ പറ്റണം, ടോപ്പ് മുതൽ ബോട്ടം വരെ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോപ്പിലൊരു സിഇഒയുടെ കീഴിൽ 2 മാനേജർമാർ, ഓരോ മാനേജറുടെ കീഴിലും 3 ഫോർമാൻ വീതം, ഓരോ ഫോർമാൻ്റെ കീഴിൽ ഒരു 10 വർക്കേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു ചെയിൻ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് എംപ്ലോയീസിനെയും അറേഞ്ച് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ എംപ്ലോയിക്കും അറിയാം അവരുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണെന്നുള്ളത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ സുപ്പീരിയറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. 10th ഓർഡർ. ഒരു കമ്പനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാനായിട്ടൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടാവണം. ഏത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് രണ്ടാമത് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ഓർഡർ ഉണ്ടാവണം. ഇത് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. 11th പോയിന്റ് ഇസ് ഇക്വിറ്റി. എല്ലാ എംപ്ലോയീസിനെയും ഈക്വലായിട്ടും റെസ്പെക്റ്റോടെയും വേണം പരിഗണിക്കാൻ. ഒരു എംപ്ലോയിക്കും ഡിസ്ക്രിമിനേഷൻ അഥവാ ഒരു വിവേചനം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് മാനേജറുടെ ഡ്യൂട്ടിയാണ്. 12th പോയിന്റ് സ്റ്റെബിലിറ്റി. ഒരു എംപ്ലോയിക്ക് അവൻ്റെ ജോലി സ്റ്റെബിൾ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അൺസ്റ്റബിൾ ആണ് ജോലി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് കണ്ടെത്തുന്നതിലായിരിക്കും ഒരു എംപ്ലോയിയുടെ ശ്രദ്ധ. അത് വർക്ക് എഫിഷ്യൻസി കുറയാനായിട്ട് കാരണമാവും. 13th is ഇനീഷ്യേറ്റീവ്. എംപ്ലോയീസ് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് എടുക്കുമ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം. എംപ്ലോയീസിന് ജോബിലുള്ളൊരു ഇൻട്രസ്റ്റ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. 14th is എസ്പ്രൈറ്റ് ഡി കോപ്സ്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എംപ്ലോയീസ് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് മാനേജറാണ്. എംപ്ലോയീസ് തമ്മിൽ ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറും വർക്ക് എൻവയോൺമെൻറ്റും ഒക്കെ ഉണ്ടാവും. ഇത്രയാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോളിൽ പറയുന്നത്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ഫയോൾ ആൻഡ് ടൈലേഴ്സ് തിയറീസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ആദ്യത്തെ കോളത്തിൽ ഹെൻറി ഫയോളിൻ്റെ തിയറീസിനെ കുറിച്ചും സെക്കൻഡ് കോളത്തിൽ FW ടൈലറിൻ്റെ തിയറീനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൻറി ഫയോളിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം മാനേജീരിയൽ എഫിഷ്യൻസി അക്കംപ്ലിഷ് ചെയ്യാനുള്ള 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. FW ടൈലറിനെ നമ്മൾ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഓവറോൾ എഫിഷ്യൻസി കൂട്ടാനുള്ള 4 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഹെൻറി ഫയോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടോപ്പ് ഡൗൺവേർഡ് അപ്രോച്ചാണ്. എന്ന് പറഞ്ഞാൽ ഹെൻറി ഫയോളിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് മാനേജീരിയൽ എഫിഷ്യൻസി, അതായത് മാനേജറിൻ്റെ എഫിഷ്യൻസി കൂടുമ്പോഴാണ് കമ്പനിയുടെ ഓവറോൾ എഫിഷ്യൻസി കൂടുന്നത്. അതേ സമയത്ത് ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ലോ ലെവൽ മാനേജ്മെൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബോട്ടം അപ്വേർഡ് അപ്രോച്ചാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു കമ്പനിയിലെ ലോ ലെവൽ എംപ്ലോയീസ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ലോ ലെവൽ എംപ്ലോയീസിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇനി ഫോക്കസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഹെൻറി ഫയോൾ മാനേജീരിയൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിലും FW ടൈലർ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇംപ്രൂവ് ചെയ്യുന്നതിലുമാണ് ശ്രദ്ധിച്ചത്. ഇനി ഹെൻറി ഫയോളിൻ്റെ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെയാണെങ്കിൽ ടൈലേഴ്സ് തിയറി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനെയും എക്സ്പെരിമെൻറ്റിനെയാണ്. ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫയോൾ ആൻഡ് ടൈലേഴ്സ് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ആണ്. ഒരു കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേജർ കൺസേൺ ആണ് ക്യാപിറ്റൽ എമൗണ്ട് എങ്ങനെയാണ് സ്വരൂപിക്കുക എന്നുള്ളത്. അതായത് മൂലധനം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് പഠിക്കുന്നതിലൂടെ ക്യാപിറ്റൽ എമൗണ്ട് അറേഞ്ച് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പ് ഓർ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, 2 പാർട്ട്ണർഷിപ്പ്, 3 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, 4 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് 2 ടൈപ്പ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡും പബ്ലിക് ലിമിറ്റഡും. സിംഗിൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്യാപിറ്റൽ എമൗണ്ട് എടുക്കുന്നത് ഒറ്റൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ കമ്പനി വർക്ക് ചെയ്തൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് കംപ്ലീറ്റ് അവകാശം ഉള്ളത് ആ ഒരു സിംഗിൾ പേഴ്സൺ തന്നെയായിരിക്കും. ഇനി കമ്പനി നഷ്ടത്തിലായി കുറേ കടം ഉണ്ടാവുകയാണെങ്കിൽ ആ ഡെപ്റ്റും ആര് തന്നെ തീർക്കണം? ആ സിംഗിൾ പേഴ്സൺ തന്നെ തീർക്കണം. ഇനി പുതിയ പോളിസീസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള അവകാശവും കമ്പനി എങ്ങനെ തുടർന്നു കൊണ്ടുപോകണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം എല്ലാം ആ ഒരു പേഴ്സണിൽ മാത്രമായിരിക്കും. അതിനെയാണ് നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ആ കംപ്ലീറ്റ് അസറ്റ് ആ പേഴ്സൻ്റെ കീഴിലുണ്ടാവും. സെക്കൻഡ് വൺ ഇസ് പാർട്ട്ണർഷിപ്പ്. എൻ്റർപ്രൈസിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ഒന്നിലധികം ആൾക്കാർ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ സ്കിൽസും നോളജും ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ്. തേർഡ് ഇസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഈ മെത്തേഡിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വേണ്ട ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ഷെയർ എമൗണ്ടുകളാക്കും. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈ ഷെയർ എമൗണ്ട് പേ ചെയ്യും. ഇങ്ങനെ ഷെയർ എമൗണ്ട് പേ ചെയ്യുന്നവരെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുക. ഇനി
ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി 2 ടൈപ്പ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും. നമുക്കതിൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 25 പേര് ഒരുമിച്ച് കൂടി അവർ ഒരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇട്ടിട്ട് ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമുക്ക് കുറച്ച് വെൽ ഡിഫൈൻഡ് നമ്പർ ഓഫ് ആൾക്കാർ മാത്രമാണ് അതിലുള്ളൂ. അങ്ങനെ തുടങ്ങുന്ന കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ പബ്ലിക്കിൽ നിന്ന് ഷെയർ എമൗണ്ട് സ്വീകരിച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് നമുക്കറിയാത്ത ആളുകളിൽ നിന്നും ചെറിയ എമൗണ്ട് ഓഫ് ഷെയർസ് സ്വീകരിച്ചിട്ട് ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ട്നേഴ്സിൽ നിന്നാണ്. അതായത് ഷെയർ എമൗണ്ട് കൊടുക്കുന്നത് ആരാണ്? പ്രൈവറ്റ് പാർട്ട്നേഴ്സാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണെങ്കിലോ ക്യാപിറ്റൽ എമൗണ്ട് എവിടെ നിന്നാണ് കിട്ടുക? പബ്ലിക്കിൽ നിന്നായിരിക്കും കളക്ട് ചെയ്യുക. ഇനി അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഓരോ ഷെയറിനും ചെറിയൊരു ഫേസ് വാല്യൂ മാത്രമാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് പോയിന്റിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2നും 50-നും മാത്രമേ ആവാൻ പാടുള്ളൂ, 50 കൂടാൻ പാടില്ല. പബ്ലിക് ലിമിറ്റഡിൽ മിനിമം 7 പേരാവാം, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അതായത് ലിസ്റ്റ് ഓഫ് ഡയറക്ടർ, കൺസെൻറ്റ് ഓഫ് ഡയറക്ടർ, അതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സബ്മിറ്റ് ചെയ്യണം. പ്രൈവറ്റ് ലിമിറ്റഡിൽ അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങണമെങ്കിൽ രജിസ്ട്രാർ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടിയിരിക്കണം. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി 2 ടൈപ്പ് കമ്പനിയിലാണെങ്കിലും നമുക്ക് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണം. പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എങ്ങനെ ചെയ്യണം? അതൊരു രജിസ്റ്റേർഡ് ഓഡിറ്ററിൻ്റെ കീഴിൽ ചെയ്യണം എന്നുള്ളതൊരു നിർബന്ധമാണ്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രിൻസിപ്പിൾ കോപ്പറേഷൻ ആൻഡ് സെൽഫ് ഹെൽപ്പാണ്. ഓണർഷിപ്പിൻ്റെയും ഒരു കോപ്പറേഷൻ്റെ ഒരു ഫീച്ചേഴ്സ് ഉള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് അതായത് ക്യാപിറ്റൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് ഷെയറുകളാക്കിയിട്ട് ഷെയർ നമ്മൾ ഓരോരുത്തരിൽ നിന്ന് വാങ്ങും, അവർ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് പൈസ ആയിട്ട് കൊടുക്കുന്നതിന് പകരം എന്തായിട്ട് കൊടുക്കും? ഗുഡ്സ് ആയിട്ടും സർവീസസ് ആയിട്ടും കൊടുക്കും. ലോൺ പോലെയുള്ള സർവീസസും ബെഡ്ഷീറ്റ്, പാത്രങ്ങളൊക്കെ പോലെയുള്ള ഗുഡ്സൊക്കെയാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത്. പ്രോഫിറ്റ് നമ്മൾ പീരിയോഡിക്കലി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ. ഒരു കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് മാനേജറാണ് അല്ലേ? മാനേജറിനെ നിയമിക്കുകയും സാലറി കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഓണേഴ്സാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കോർഡിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. ഇനി ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? 1, മാനേജേഴ്സിൻ്റേതടക്കം കമ്പനിയിൽ നടക്കേണ്ട എല്ലാ വർക്കുകളും ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി, ആ കമ്പനിയിലുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും നമ്മൾ എംപ്ലോയീസിന് വീതിച്ച് നൽകുക എന്നുള്ളതാണ് സെക്കൻഡ് ഫങ്ഷൻ. തേർഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഒരു കമ്പനിയിലെ എംപ്ലോയീസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് 2 ഡയമെൻഷൻസ് ആണുള്ളത്, ഹൊറിസോണ്ടൽ ഡയമെൻഷനും വെർട്ടിക്കൽ ഡയമെൻഷനും. ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത് ബേസിക് ഡിപ്പാർട്ട്മെൻറ്റേഷനാണ്. അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ഡയമെൻഷനിൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കാണാൻ പറ്റുക. ഇനി വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ട്. അതിന് വെർട്ടിക്കൽ ഡയമെൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സുപ്പീരിയേഴ്സിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും ഒരു ഹൈറാർക്കീനെയാണ്. ഇനി വെർട്ടിക്കൽ ഡയമെൻഷനും ഹൊറിസോണ്ടൽ ഡയമെൻഷനും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി വരുന്ന സ്ലൈഡിൽ ഒന്നും കൂടെ അത് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ
ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയിലെ എംപ്ലോയീസിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഹൊറിസോണ്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് കാണാൻ പറ്റുക. അതായത് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷനെയാണ്. ഇനി വേർട്ടിക്കലായിട്ട് നമ്മൾ അതിൽ ആ ഒരു സ്ട്രക്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താ കാണാൻ പറ്റുക? സുപ്പീരിയേഴ്സിനെയും സബോർഡിനേറ്റ്സിനെയും അതിൻ്റെ ഒരു ഹൈറാർക്കിയാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഏതാണെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഓർഗനൈസേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ സൈസ് ഓഫ് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് മാനുഫാക്ചർഡ്, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് ഫേസ്ഡ്. ഈ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഇനി ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ, 2 ഫങ്ഷണൽ ഓർഗനൈസേഷൻ, 3 ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഐ റിപ്പീറ്റ്, ഓർഗനൈസേഷനെ പ്രധാനമായിട്ട് നമുക്ക് 3 തിരിക്കാം. 1 ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ, 2 ഫങ്ഷണൽ ഓർഗനൈസേഷൻ, 3 ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ലൈൻ ഓർഗനൈസേഷൻ. ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. ഓരോ ലെവലിലും എംപ്ലോയീസിന് കൃത്യമായിട്ട് അറിയാം അവരാരെയാണ് ഫോളോ ചെയ്യേണ്ടത്, ആരാണ് അവരുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ എന്ന് കൃത്യമായിട്ട് ഓരോ എംപ്ലോയീസിനും ഇതിൽ അറിയാൻ പറ്റും. ലൈൻ ഓർഗനൈസേഷൻ്റെ ഫിഗറാണ് ഇതിൽ കാണുന്നത്. ലൈൻ ഓർഗനൈസേഷനിൽ ടോപ്പിലൊരു CEO ഉണ്ട്, താഴെ 2 മാനേജേഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ മാനേജറും മാർക്കറ്റിംഗ് മാനേജറും. പ്രൊഡക്ഷൻ മാനേജറുടെ കീഴിൽ 2 ഫോർമാൻമാരുണ്ട്, ഫാബ്രിക്കേഷൻ ഫോർമാനും അസംബ്ലി ഫോർമാനും. ഓരോ ഫോർമാൻ്റെ കീഴിലും എ നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് മാനേജറിൻ്റെ കീഴിൽ 2 സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ സെയിൽസ് ഓഫീസേഴ്സിൻ്റെ കീഴിൽ സെയിൽസ് പേഴ്സൺസും ഉണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലൈൻ ഓർഗനൈസേഷൻ. ഇതിൽ ഓരോ ഫോർമാനും ഓരോ എംപ്ലോയീസിനും അറിയാം അവരുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണെന്നുള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ ഡയമെൻഷനും വെർട്ടിക്കൽ ഡയമെൻഷനും നോക്കുകയാണെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നോക്കിയേ, ഫോർമാൻ ഫാബ്രിക്കേഷൻ, ഫോർമാൻ അസംബ്ലി, സെയിൽസ് ഓഫീസർ A. അപ്പോൾ ഇനി ലൈൻ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് സിമ്പിളാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. പിന്നെന്താണ്? ക്ലിയർ ഡിവിഷൻ ഓഫ് അതോറിറ്റി, അധികാരം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്, അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ സ്ട്രക്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, അതായത് എംപ്ലോയീസിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ എളുപ്പമാണ്. അതുപോലെ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ, അതായത് എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിലും എളുപ്പം. ഡിസഡ്വാൻറ്റേജ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ 2 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് ഇറ്റ് നെഗ്ലെക്ട് സ്പെഷ്യാലിറ്റി, അതായത് നമുക്ക് ഇത്ര എംപ്ലോയീസിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കാണിച്ചു, അതിൽ ഒരു എംപ്ലോയിക്ക് പോലും ഒരു സ്പെഷ്യാലിറ്റിയും കൊടുക്കുന്നില്ല. സപ്പോസ് നമുക്കിപ്പോൾ ഒരു CEOക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റിയും ഒരു എംപ്ലോയീസിനും ഈ ഒരു സ്ട്രക്ചറിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇറ്റ് ഓവർലോഡ്സ് എ ഫ്യൂ എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചില എക്സിക്യൂട്ടീവ്സിന് വർക്ക് ലോഡ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പനിയിലെ എല്ലാ ഫോർമാൻമാർക്കും ഏത് വർക്കറിനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫിഗറിൽ നമുക്ക് 3 ഫോർമാൻമാരുള്ളതാണ്. ഫോർമാൻ ഓഫ് ഷോപ്പ് A, B ആൻഡ് C ആണ്. ഈ 3 പേർക്കും കമ്പനിയിലെ എല്ലാ വർക്കേഴ്സിനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ 100 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ 100 വർക്കേഴ്സിനെയും ഈ 3 പേർക്കും എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഫോർമാൻമാരും ഓരോ കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. അപ്പോൾ എല്ലാ വർക്കേഴ്സിനും എല്ലാ കാര്യത്തിലും സ്പെഷ്യലിസ്റ്റ് ഒപ്പീനിയൻ കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്? ക്വാളിറ്റി ഓഫ് വർക്ക് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ എക്സ്പേർട്ട് ഗൈഡൻസ് കിട്ടുന്നതുകൊണ്ട് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലും ആക്സിഡൻറ്റും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ടൈപ്പ് വരുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ ലൈൻ എക്സിക്യൂട്ടീവ്സിന് പല കാര്യങ്ങളിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഫിഗറിൽ നോക്കുക, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറാണ് ഫിഗറിൽ കാണുന്നത്. ഇനി
ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ ലൈൻ എക്സിക്യൂട്ടീവ്സിൽ ചില കാര്യങ്ങളിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൽ മാനേജിങ് ഡയറക്ടർക്ക് നമ്മൾ കുറച്ച് എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടിയിട്ട് കുറച്ച് എംപ്ലോയീസിനെ എക്സ്ട്രാ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് മാനേജിങ് ഡയറക്ടർക്ക് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഹെൽപ്പും ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഹെൽപ്പും ലീഗൽ അഡ്വൈസറുടെ ഹെൽപ്പും കിട്ടുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻറ്റിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ ഉള്ളൊരു ലൈൻ ഓർഗനൈസേഷനിൽ ചില സെക്ഷനിൽ നമ്മൾ ആരെയും കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ സ്റ്റാഫിനെയും കൂടി കൊടുക്കുന്നൊരു രീതിയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ കിട്ടും അല്ലേ, എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടും. അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഇനി വേസ്റ്റേജ് എന്ത് ചെയ്യും, വേസ്റ്റേജ് കുറയും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾ ഇത്രയും എംപ്ലോയീസിനെ വെക്കുമ്പോൾ അവർക്ക് ഹൈ സാലറി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ത് പറ്റും, ഇൻക്രീസ് ചെയ്യും. ഇനി ഇത്രയും അധികം ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയൻസ് സ്വീകരിക്കുമ്പോൾ അത് കൺഫ്യൂഷന് കാരണമാവും. അതുപോലെ തന്നെ സ്റ്റാഫുകൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻസും ജലസീസും ഒക്കെ ഒക്കറിയാനായിട്ട് ഇതൊരു കാരണമായേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. നമ്മൾ ഇന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, 2 ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ്, ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷൻ. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.